വയനാട്ടിലേക്ക് പോയാൽ അവിടെ പുൽപ്പള്ളിയിൽ കടുവാപ്പേടിയാണ്. അമരക്കുനിയെ ആശങ്കയിലാക്കുന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം രണ്ടാം ദിവസവും ഫലം കണ്ടില്ല. തെർമൽ ഡ്രോൺ പരിശോധനയടക്കം നടത്തി വനംവകുപ്പ് മുന്നോട്ടു പോകുന്നതിനിടെ ഇന്ന് പുലർച്ചെ ഒരാടിനെ കൂടി കടുവ പിടിച്ചു. ഇന്ന് രാത്രിയും പട്രോളിംഗും ആകാശ നിരീക്ഷണവും തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അമരക്കുനി മേഖലയിൽ കടുവ ഒരാഴ്ചക്കിടെ കൊന്നത് 3 ആടുകളെ. വനംവകുപ്പ് സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. എന്നിട്ടും കടുവ കൂട്ടിലാകുന്നില്ല. നെഞ്ചിടിപ്പേറുന്നുണ്ട് നാട്ടുകാർക്ക്. ഈ ആട്ടിനെ പിടിച്ചിട്ട് പുലി അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി കടുവ ചാടിക്കുമ്പോൾ ഞാൻ കഥ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കടുവ വലിച്ചുകൊണ്ട് ഇവിടെ എത്തി മാവിൻ്റെ അവിടെ. അപ്പോൾ ഞാനും പുറകെ ഇവിടെ എത്തി. എന്നിട്ട് പെണ്ണുങ്ങൾ എന്നെ പുറകോട്ട് പിടിച്ച് വലിച്ചു. എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഈ പറമ്പിൽ ലാസ്റ്റ് അവിടെ കൊണ്ടിട്ടു. അവിടെ കൊണ്ടിട്ടിട്ട് എന്നിട്ട് കുറച്ച് നേരം അവിടെ നോക്കി. പിന്നെ അവർ എന്താ വണ്ടി എടുക്കാൻ എന്താണ് പോയിരുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആടിനെ നേരെ വലിച്ചുകൊണ്ട് വയലിൽ കൊണ്ടിട്ടു. ഇപ്പോൾ വയലിലെ കൂടുക ചെയ്യുന്നത്. ഇതൊരു സുരക്ഷിത ഇല്ലല്ലോ നമുക്ക്. ഉണ്ടോ? ഇതിപ്പോൾ കടുവ ഇറങ്ങിയില്ല, മൃഗങ്ങൾ ഇറങ്ങില്ല എന്നാൽ എന്തെങ്കിലും ഒരു സുരക്ഷിത നമുക്ക് ആരും തരുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ പൈസ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക്. വനം വകുപ്പിന്റെ പട്രോളിംഗ്, ഡ്രോൺ നിരീക്ഷണം, കുങ്കിയാനകൾ എല്ലാം സജ്ജം. ഇതിനിടയിൽ വീണ്ടും പുലർച്ചെ കടുവയെത്തി. അമരക്കുനിയുടെ 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ദേവർഗദ്ദ തുപ്ര റോഡിൽ കേശവന്റെ കറവയുള്ള ആടായിരുന്നു ഇര. കടുവയെ നേരിട്ട് കണ്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല കേശവനും ഭാര്യ സുലോചനയ്ക്കും. ഈ സൈഡിൽ കൂടെ വന്നു, ഇതിലൊക്കെ എടുത്ത് ചാടിയത്. പാടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ മാഞ്ഞു പോയി. എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുമല്ലായിരുന്നു. അന്നേരം എടുത്ത് ചാടി. ഒച്ച കേട്ട്. അന്നേരം ഞാൻ പറഞ്ഞ് കടുവയാന്ന് പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ അതിനെയും വലിച്ചുകൊണ്ട് പോയി. കുഞ്ഞുങ്ങളെ എവിടെയും കാണാനും ഇല്ല. തള്ളേനെ നല്ല കറവയുള്ള ആടായിരുന്നു. കറന്നുകൊണ്ടിരിക്കണം ഞങ്ങൾ രാവിലെ. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ചെതലത്ത് റേഞ്ച് ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം ഉടനെത്തി. കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. കൂടിന്റെ തൊട്ടടുത്ത് വരെ കടുവയെത്തി. കടുവ കേബിളിൽ തട്ടിയതോടെ കൂട് അടഞ്ഞു. നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി നൈറ്റ് ടൈമിലാണ്. ഒരു 12 മണി അർദ്ധരാത്രിക്ക് ശേഷമാണ് കഴിഞ്ഞ 7-ാം തീയതിയും 9-ാം തീയതിയും പിന്നെ തലേ ദിവസം രാത്രിയും ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടായിട്ടുള്ളത്. പകൽ സമയത്ത് ഇത് ടോട്ടലി ഇനാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഇന്ന് പുലർച്ചെ, അതായത് വെളുപ്പാവുന്നതിന് മുമ്പ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ടൈഗർ ഈ 2 കിലോമീറ്റർ ചുറ്റുപ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ തീർച്ചപ്പെടുത്താൻ കഴിയും. കടുവാ ദൗത്യം തുടരുന്നതിനാൽ ഇന്ന് അമരക്കുനി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമരക്കുനിയിലും പരിസര പ്രദേശത്തും 3 കൂടുകളാണ് വനംവകുപ്പ് ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രിയിലും ഡ്രോൺ നിരീക്ഷണം തുടരും. കടുവ കൂട്ടിലാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്, ഒപ്പം നാട്ടുകാരും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. അത് കഴിഞ്ഞ 2-3 ദിവസമായി അവരുടെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്, കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ കഴിയാത്ത അവസ്ഥയാണ്. അടിയന്തരമായ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതിന് പിന്നാലെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോഴും കടുവ കൂട്ടിലായിട്ടില്ല. ആശങ്ക അതേപടി തന്നെ തുടരുകയാണ്. എന്താണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം അവരുടെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ അവർ പോസിറ്റീവായി പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എവിടെ കണ്ടാലും കടുവയാണെന്നുള്ളൊരു പ്രയാസമാണ് ആളുകളൊക്കെ. മയക്ക് വെടി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് അടിയന്തരമായി ചെയ്യണം എന്നുള്ളതാണ്. ഈ നീണ്ടു പോകും തോറും ജനങ്ങളെ സംബന്ധിച്ച് അത്രയും പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസം മുടങ്ങുന്ന നിലയുണ്ട്. ഈ കടുവ നമ്മുടെ അല്ലെന്ന് പറയുന്നുണ്ട് ഫോറസ്റ്റുകാർ. നമ്മുടെ കടുവല്ലേ, പിന്നെ എവിടുന്ന് കൊണ്ട് ഇവിടെ വന്നു എന്ന് ഞങ്ങൾക്ക് അറിയണം. അത് മെയിനായിട്ടൊരു ചോദ്യമാണ്. അവർ പറയണത് മട്ടൻ തിന്നുന്ന മാത്രം കടുവ. അപ്പോൾ ബീഫിനകത്ത് കടുവ ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടുവന്ന് ഇറക്കി വിട്ടതായിരിക്കും. അത് ഞങ്ങൾക്ക് അറിയണം. ഈ കടുവാ ഭീതി കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. എല്ലാ മൃഗങ്ങളുടെ ശല്യവും ഇവിടെ ഉണ്ട്. ഈ ഒരു മേഖലയിൽ മൊത്തത്തിൽ, അതായത് ഇപ്പം നിലവിൽ മൃഗങ്ങൾ കാട്ടിലല്ല, ഞങ്ങളുടെയൊക്കെ പറമ്പുകളിൽ കൂടെയാണ് തങ്ങുന്നത്. അവസ്ഥ വളരെ മോശമാണ്, ഭയാനകമാണ്. കാര്യം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കൃഷിക്കാരാണ്. ഇപ്പോൾ കാപ്പി പറിക്കുന്ന സമയമാണ്. ഇതെല്ലാവരും കാപ്പി, കുരുമുളക് കാര്യങ്ങൾ. നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങാൻ പേടിയാണ്. പിള്ളേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല.